കെട്ടിടത്തിന്റെ ഓടുകൾ പൊട്ടിപ്പൊളിഞ്ഞു. മേൽക്കൂരയിൽ വല്ലപ്പോഴും കറങ്ങുന്ന ഫാനുകൾ. മേൽക്കൂരയിലും ഭിത്തിയിലും ചിലന്തി വല കെട്ടിക്കൊണ്ടേയിരിക്കുന്നു. എലികളുടെ ഇഷ്ടയിടമാണ്. ചിലന്തി നിറഞ്ഞ ഒരു ICU. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ തീവ്ര പരിചരണ വിഭാഗം എലിയും ചിലന്തിയും പെരുകിയ മുറിയിൽ. തുറന്ന ജനാലകളുള്ളതും AC ഇല്ലാത്തതുമായ മുറിയിലാണ് മെഡിക്കൽ ICU പ്രവർത്തനം. കടുത്ത അണുബാധ ഭീഷണിയുള്ള ICUവിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ഇതൊരു മെഡിക്കൽ ICU ആണ്. പുറത്ത് തുറന്നിട്ട ജനാലകളുള്ള ഭിത്തി. വാതിൽ തുറന്ന് അകത്തു കടന്നാൽ കഴുത്തൊപ്പം മാത്രം പൊക്കമുള്ള അടുത്ത ഭിത്തി. ഇതിനകത്താണ് കടുത്ത ഹൃദ്രോഗബാധയുള്ളവർക്കടക്കം തീവ്രപരിചരണം നൽകുന്നത്. അണുബാധ ഏൽക്കാതിരിക്കാനും വായുസഞ്ചാരം സുഗമമാക്കാനും ICUകൾ എയർ കണ്ടീഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അത് ഇല്ലേയില്ല. ചെറിയൊരു അണുബാധ പോലും അപകടകരമാകുന്ന രോഗികൾക്കാണ് പുറമേ നിന്നുള്ള കാറ്റും വെളിച്ചവും ഏൽക്കുന്ന മുറിയിലെ തീവ്രപരിചരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും RCCയിലും ആധുനിക സംവിധാനങ്ങളുടെ അത്യാഹിത വിഭാഗം പ്രവർത്തന സജ്ജമായി. മെഡിക്കൽ കോളേജിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ട്രോമാ കെയർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ തറയും തുരുമ്പിച്ച കട്ടിലുകളുമൊക്കെ പഴങ്കതിയായി. ഏതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെയും വെല്ലുന്ന സംവിധാനങ്ങളാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ.